വൺ പ്ലസ് ഇന്ത്യ വിട്ട് പോവില്ലയോ? നിങ്ങൾ എന്താ പറയുന്നത്? വൺ പ്ലസ് ഇന്ത്യ വിട്ട് പോവില്ലയോ? കാരണം പലതരം റൂമേഴ്സ് സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2027 പകുതിയോടെ അല്ലെങ്കിൽ അവസാനത്തോടെ വൺ പ്ലസ് ഇന്ത്യ വിട്ട് പോകും. ഈ ന്യൂസ് ഈ വർഷം ആദ്യം ജനുവരിയിൽ വന്നപ്പോൾ വൺ പ്ലസ് അതിന് റിപ്ലൈ കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ കണ്ടിന്യൂ ചെയ്യുന്ന പോലെ തന്നെ പിന്നീടും കണ്ടിന്യൂ ചെയ്യും, ഞങ്ങൾ ഇന്ത്യ വിട്ട് പോകത്തില്ല. ആ ഒരു ന്യൂസ് ഇപ്പോൾ വന്നപ്പോഴും വൺ പ്ലസ് ആ ഒരു സെയിം റിപ്ലൈ തന്നെ കൊടുത്തു. പക്ഷേ വൺ പ്ലസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് തന്നെ ഡൗട്ട് അടിക്കും, ഇവർ ഇന്ത്യ വിട്ട് പോകാൻ പോവുകയാണോ എന്ന ഡൗട്ട് നമുക്കും വരും. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം വൺ പ്ലസ്, ഓപ്പോ, റിയൽമി ഇത് മൂന്നും ചേട്ടനനിമാരാണ്. സോ അറിയാം, വൺ പ്ലസ് റണ്ണാവുന്നത് ഓക്സിജൻ വോയിസിലാണ്, കളർ വോയിസിലാണ് ഓപ്പോ റണ്ണാവുന്നത്, റിയൽമിയുടെ യുഎയിലാണ് റിയൽമി റണ്ണാവുന്നത്. സോ അടുത്ത അപ്ഡേഷനിലൂടെ ഈ 3 ഫോണുകളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെയിം ആവാൻ പോവുകയാണ്. ദാറ്റ് മീൻസ് കളർ വോയിസിലായിരിക്കും, ഓപ്പോയുടെ കളർ വോയിസിലായിരിക്കും ഇനി മുതൽ അടുത്ത അപ്ഡേഷൻ മുതൽ വൺ പ്ലസും റിയൽമിയും റണ്ണാവാൻ പോകുന്നത്. എന്തുകൊണ്ട് വൺ പ്ലസ് അങ്ങനെ ചെയ്തു? കാരണം വൺ പ്ലസിലെ പല യൂസേഴ്സ് അവരുടെ ഫോൺ എടുക്കുന്നത് ആ ഒരു ഓക്സിജൻ വോയിസ് കണ്ടിട്ടാണ്. കാരണം വളരെ മിനിമം ആൻഡ് ക്ലീൻ യൂസർ ഇൻ്റർഫേസ് ആണ് അത് വരുന്നത്. എന്ന് വെച്ചാൽ ബ്ലോഡ് വൈസും കാര്യങ്ങളും ഒന്നുമില്ല. എന്നിട്ട് വൺ പ്ലസ് അത് കളഞ്ഞു. വൈ? അതിനുള്ള ഒരു റീസൺ, വൺ പ്ലസിനുണ്ടാകുന്ന ഒരു ഉപയോഗം ഞാൻ പറഞ്ഞുതരാം. ഇനി വൺ പ്ലസ് ഇന്ത്യ വിട്ട് പോവുകയാണെങ്കിൽ തന്നെ അവരുടെ യൂസേഴ്സിന് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കിട്ടും. കാരണം എന്താ, ഈ ഫോൺ ഇനി റണ്ണാവാൻ പോകുന്ന കളർ വോയിസിലാണ്. സോ ഓപ്പോയിലും റിയൽമിയിലും വരുന്ന സെയിം അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു വൺ പ്ലസിലും വരും, വൺ പ്ലസ് ഇന്ത്യയിൽ ഇല്ലെങ്കിൽ പോലും. മേ ബി ഇനി അതായിരിക്കാം അവരുടെ ഉദ്ദേശവും. ഓക്കെ, ആദ്യത്തെ റീസൺ കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ റീസൺ ഞാൻ പറയാം. ഇന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പ്ലസ് അവരുടെ ഇന്ത്യയിലെ സർവീസ് സെൻറ്റേഴ്സ് വരെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ആൾറെഡി ക്ലോസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഇനി മുതൽ നിങ്ങളുടെ വൺ പ്ലസ് ഫോൺ സർവീസ് ചെയ്യണമെങ്കിൽ ഓപ്പോയുടെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയാൽ മതി. എന്തുകൊണ്ട് വൺ പ്ലസ് അങ്ങനെ ചെയ്തു? കാരണം പല ബ്രാൻഡ് അവരുടെ ഇന്ത്യയുടെ സർവീസ് സെൻറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ വൺ പ്ലസ് അവരുടെ ഉള്ള സർവീസ് സെൻറ്റർ ക്ലോസ് ചെയ്തിട്ട് നേരെ ഓപ്പോയുടെ സർവീസ് സെൻറ്ററായിട്ട് മെർജ് ചെയ്തു. അത് രണ്ടാമത്തെ ഒരു സ്ട്രോങ് റീസൺ തന്നെയാണ് വൺ പ്ലസ് ഇന്ത്യ വിട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ. സോ ഇനി വൺ പ്ലസ് ഇന്ത്യ വിട്ട് പോയാലും വൺ പ്ലസ് ഫോണിന് സർവീസ് കിട്ടും. കാരണം ഇനി ഓപ്പോയുടെ സർവീസ് സെൻറ്റർ കൊണ്ടുപോയാൽ മതി. അത് രണ്ടാമത്തെ റീസൺ ആണ്. സോ ഇനി പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പ്ലസ് ആൾറെഡി US-ഉം യൂറോപ്പിൽ നിന്നും എക്സിറ്റ് ആയി കഴിഞ്ഞു, മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞു. സോ അതുപോലെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും എക്സിറ്റ് ആവുമെന്ന് അറിയത്തില്ല. അവിടെ നിന്ന് ഇനി വൺ പ്ലസ് ഫോൺ കിട്ടില്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ CEO ഉണ്ടല്ലോ, എനിക്ക് റോബിൻ എന്ന ആ പേര്, ആളും CEO സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പോയിട്ടുണ്ട്. മാർച്ച് 31 ആള് ജീവനും കൊണ്ട് പോയിട്ടുണ്ട്. എനിക്കൊന്ന് ചൈനയിലോട്ടാണ് തോന്നുന്നത് ചാടിയത്. സോ ആളും പോയിട്ടുണ്ട്. പിന്നെ പറയാനുള്ളൊരു മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പ്ലസ് ഫോൺ എടുത്തവർ പാനിക്കാവേണ്ട ആവശ്യമില്ല. കാരണം വൺ പ്ലസ് ഇന്ത്യ വിട്ട് പോവുകയാണെങ്കിൽ തന്നെ അവർ സർവീസും അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഓപ്പോ ആയിട്ട് മെർജ് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു വലിയൊരു ആശ്വാസം. വൺ പ്ലസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യ വിട്ട് പോകുകയെന്നുണ്ടെങ്കിൽ എനിക്കിതൊന്ന് യൂസേഴ്സ് പാനിക് ആവാതിരിക്കാനായിരിക്കണം വൺ പ്ലസ് ഇപ്പോഴും ഞങ്ങൾ ഇന്ത്യ വിട്ട് പോകും എന്ന് പറയാതിരിക്കുന്നത്. ഒന്നും കൺഫേം അല്ല, ഇതെല്ലാം റൂമേഴ്സാണ്, എല്ലാം കേട്ടുകേൾവി മാത്രമാണ്. അത് മാത്രമല്ല ഓൺലൈൻ സൈറ്റിൽ ഇതുപോലത്തെ കുറേ ന്യൂസും കിടപ്പുണ്ട്, അതൊക്കെ ഞാൻ അവിടെ ഷെയർ ചെയ്യാം. സോ പോവില്ലെന്ന് അറിയത്തില്ല. മിക്കവാറും പോകുകയാണെങ്കിൽ 2028 തുടക്കം അല്ലെങ്കിൽ 27 പകുതി ആ ഒരു ടൈമിലായിരിക്കും പോകുന്നത്. ഇതുവരെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.